ഗോകുൽ, ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതികളെയൊക്കെ തന്നെ സാധാരണ മാറ്റിയും വെവ്വേറെ ഇരുത്തിയും ഒരുമിച്ചിരുത്തിയൊക്കെ ചോദ്യം ചെയ്താൽ മാത്രമേ ചുരുളഴിയുകയുള്ളൂ. ഏത് ഘട്ടം വരെ എത്തിയിട്ടുണ്ട്? പ്രജീഷ്, ഏറെ ദുരൂഹമായിരുന്നു കാര്യങ്ങൾ. ആ ദുരൂഹമായ കേസാണ് ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രണ്ടാം ഘട്ട മൊഴിയെടുപ്പും തെളിവെടുപ്പുകളും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഹരികുമാർ താനാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നുള്ള വിവരം പോലീസിനോട് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഹരികുമാർ പോലീസിനോട് യാതൊരു വിധത്തിലും സഹകരിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പോലീസ് നിങ്ങളുടേതായ രീതിയിൽ തന്നെ അന്വേഷിച്ച് മുൻപോട്ട് പോവുക, നിങ്ങൾ തന്നെ കേസ് തെളിയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ഘട്ടം ഘട്ടമായി പോലീസിന്റെ അന്വേഷണങ്ങൾ, ചോദ്യങ്ങൾ മുറുകുമ്പോൾ പിന്നീട് അങ്ങനെ ഹരികുമാർ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു താനാണ് കുട്ടിയെ കൊന്നത്. പക്ഷേ എന്തിനാണ് കുട്ടിയെ കൊന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും ഹരികുമാർ പോലീസിന് മുൻപാകെ മൊഴി നൽകിയിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു നിമിഷങ്ങൾക്കകം തന്നെ എന്തിനാണ് കുട്ടിയെ കൊന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഹരികുമാർ വെളിപ്പെടുത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അത്രയും അരുംകൊല, ആ ഒരു അരുംകൊലയ്ക്ക് ഹരികുമാറാണ് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാമോ ഉടൻ? പ്രജീഷ്, തീർച്ചയായും ഉടൻ തന്നെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ എന്തുകൊണ്ട് കുട്ടിയെ കൊന്നു, എങ്ങനെയാണ് കൊന്നത്, കൊന്ന ശേഷം കുട്ടിയെ കിണറ്റിലിട്ടാണോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നതായിരിക്കും. ഒരു അല്പസമയത്തിന് അകം തന്നെ ഈ 3 പേരെയും ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ്. എന്തായാലും ഈ 3 പേരുടെയും മൊഴികളിലെ വൈരുദ്ധ്യമുണ്ട്. ഹരികുമാറിന് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഇതിൽ 3 പേരുടെയും മൊഴിയിലെ വൈരുദ്ധ്യം, ആരും തന്നെ അമ്മ തന്നെയാണ് ആദ്യത്തെ ഈ മൊഴിയിലെ വൈരുദ്ധ്യം പലപ്പോഴായി മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലെങ്കിൽ പോലീസിനോടും നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യം പറയുന്നത് കുട്ടിയെ അച്ഛനൊപ്പമാണ് ഉറങ്ങാൻ കിടന്നത് എന്ന് പറയുന്നു. അച്ഛൻ പറയുന്ന അമ്മയ്ക്കൊപ്പമാണെന്ന് പറയുന്നു. ഇതിൽ തന്നെ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് കുട്ടിയെ കാണാതായ സമയത്തും കാണാതായി എന്നുള്ളതാണ് ആദ്യത്തെ പരാതി. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നീട് പോലീസ് അന്വേഷണം മുറുകുമ്പോഴാണ് പിന്നീട് ഇത്തരത്തിൽ ഈ കുട്ടി കിണറ്റിൽ നിന്ന് എടുത്ത സമയത്തും ഇവർ കുട്ടി എങ്ങനെ പോയി, അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ, അവിടെ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് വീട്ടിലുണ്ടായ തീപിടുത്തം, ചെറിയ രീതിയിലുണ്ടായി, കട്ടിലിന് തീപിടിച്ച കാര്യങ്ങളും ഇതൊക്കെ തന്നെ ഇവർ വലിയ രീതിയിൽ തന്നെ ദുരൂഹമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഈ പോലീസ് അന്വേഷണത്തെ പോലും പലപ്പോഴും വഴിമാറ്റി വിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന്, ഈ 3 പേരുടെയും ഭാഗത്തുണ്ടായി. ഈ 3 പേർക്കും, അതിൽ ഈ ഹരികുമാറാണ് കൃത്യം ചെയ്തതെങ്കിൽ ബാക്കി 2 പേർ അതിൽ എങ്ങനെ ഭാഗവാക്കായി തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് അല്പനിമിഷത്തിനകം തന്നെ അറിയാൻ സാധിക്കും. പോലീസിനെ സംബന്ധിച്ചോളം മറനീക്കി പുറത്തേക്ക് വരേണ്ട സത്യങ്ങൾ